കൃപാസനത്തിൽ വരാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് എന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് അതിനൊരു പരിഹാരമില്ല, നമ്മൾ നിസ്സഹായരാണ് എന്ന് തോന്നുന്ന സമയത്താണ് മനുഷ്യർ കൃപാസനത്തിൽ വരണത്. അപ്പം അങ്ങനെ വരുന്നവർക്ക് ഉള്ള യോഗ്യത എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളാണ് അവരുടെ യോഗ്യത. അവരുടെ പ്രശ്നമാണ് അവരുടെ യോഗ്യത. നമുക്ക് സാധാരണ രീതിയിൽ ഇതുപോലുള്ള ദൈവ സന്നിധാനങ്ങൾ വരുമ്പോൾ നമ്മുടെ പാപമൊക്കെ നമുക്ക് അയോഗ്യതയായിട്ട് പറയാം. പക്ഷെ കൃപാസനത്തിൽ വരുമ്പോൾ ഉള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ രോഗമാണ് നമ്മുടെ യോഗ്യത, നമ്മുടെ കടങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ. അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഭംഗിവാക്ക് പറയണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഇവാലുവേറ്റ് അവർ ടെസ്റ്റിമണീസ്. നമുക്ക് ദൈവം തന്ന ഒരു സ്വത്താണ് നമ്മുടെ സാക്ഷ്യങ്ങൾ വിശ്വാസക്കോടികളുടെ സ്വത്താണ്. എന്ന് വെച്ചാൽ ആ സാക്ഷ്യം പരിശോധിക്കുന്നവർക്കറിയാം, എൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈ ദൈവം എന്നെ സഹായിക്കും. ജാതിയും മതവും വിശ്വാസവും ഒന്നും നോക്കാതെ, ഇതൊന്നും നോക്കാതെ നിനക്ക് ദൈവദർശനത്തിൽ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇടമായിട്ട് പരിശുദ്ധ അമ്മ കൃപാസനത്തെ വളർത്തിയതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. ശ്രുതികട്ടെ ദിവ്യകാരുണ്യത്തിന് നിങ്ങൾ വിഷമിക്കാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ വിശ്വസിക്കാൻ എടുക്കണം. അത് ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ്. മനുഷ്യൻ കൂടുതൽ സമയം വിഷമിക്കാനാണ് എടുക്കുന്നത്. ഈ വിഷമിക്കാൻ എടുക്കുന്ന വിഷയത്തേക്കാൾ ഇരട്ടിയോ 3 ഇരട്ടിയോ സമയം നിങ്ങൾ വിശ്വസിക്കാൻ എടുക്കണം. എൻ്റെ സഹോദരനൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഞാൻ വിഷമിക്കാൻ വേണ്ടി ഓരോ വിഷയത്തെ ഓർത്തുകൊണ്ട് വിഷമിക്കാൻ വേണ്ടി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അങ്ങയിൽ വിശ്വസിക്കാൻ വേണ്ടി പ്രത്യാശിക്കാൻ വേണ്ടി എന്നെ പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. കുർബാന കഴിഞ്ഞപ്പോൾ എനിക്ക് ധ്യാനിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും ഈശോ പറഞ്ഞ് തന്നില്ല. സാധാരണഗതിയിൽ ധ്യാനത്തിന് 24 മണിക്കൂർ 48 മണിക്കൂറിനുള്ളിൽ കർത്താവ് എനിക്ക് ക്ലൂ തരും, ഈ വിഷയത്തിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു തരും, ഒരു അടയാളമൊക്കെ തരും. അപ്പോൾ ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തണുത്തങ്ങനെ ഇരിക്കുകയാണ്. കർത്താവ് നമുക്ക് ആൾക്കാരെ കയറിയതിന് ശേഷം പിന്നെ പെടാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ഒരു 100,000 ധ്യാനം നടത്താൻ പറ്റും. കാര്യം ഞാൻ 36-37 കൊല്ലം ധ്യാനിപ്പിച്ച് പരിചയമുള്ള ആളാണ്. പക്ഷെ അതല്ല, അത് കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിൾ വാക്കിയോ അല്ലെങ്കിൽ കഥ നോക്കിയോ പറയണമല്ല. ഇത് ഡയറക്റ്റ് ജീസസ് സംസാരിക്കണം. തന്നെയല്ല, നേരത്തെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അത് കോപ്പി ഇടിയാവും. നേരത്തെ സംസാരിച്ച സമയങ്ങളില്ലേ എന്തുമാത്രം കാര്യങ്ങൾ ഈശോ ഉടമ്പടിയെക്കുറിച്ച് സംസാരിച്ചു. ധ്യാനത്തിൻ്റെ റെവലേഷൻ എലമെൻറ്റ് വരണവരെ ഞാൻ അസ്വസ്ഥനായിരിക്കും. ഒരു റെവലേഷൻ കണ്ടൻറ്റ് എന്നുവെച്ചാൽ വെളിപാട് കണ്ടൻറ്റ് വരുന്നവരെ നമുക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പണ്ടത്തെ ധ്യാനത്തിൻ്റെ നേരെ അതുപോലെ പഠിച്ച് വീണ്ടും പറഞ്ഞ പോലെ ഇരിക്കും. അങ്ങനെയല്ല, വെളിപാടിൻ്റെ കണ്ടൻറ്റ് വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു ശക്തി, വെളിപാടിൻ്റെ കണ്ടതുകൊണ്ട് ശക്തിയാണ്, അതങ്ങനെ ധ്യാനത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകും. അപ്പോൾ അറിവല്ല കൊടുക്കുന്നത് ആൾക്കാർക്ക്, അഭിഷേകമാണ് കൊടുക്കുന്നത്. വ്യത്യാസമുണ്ട് ഭയങ്കര. അറിവിൻ്റെ അകത്ത് വരണ ഇൻഫർമേഷനാണ് വരണത്. ഇൻഫർമേഷനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. കാര്യം ഇൻഫർമേഷൻ ഇപ്പോൾ കെമിസ്ട്രി ഇൻഫർമേഷനാണ്, മാത്തമാറ്റിക്സ് ഇൻഫർമേഷനാണ്, എല്ലാ നോളജും ഇൻഫർമേഷനാണ്. വേർഡ് ഓഫ് ഗോഡ് അങ്ങനെയല്ല. വേർഡ് ഓഫ് ഗോഡ് അനോയിൻറ്റിങ്ങാണ് വരേണ്ടത്. ശക്തി വരണം, അതിൻ്റെ സൗഖ്യം വരണം, ബോധ്യം വരണം, നിലനിൽപ്പ് വരണം. ബോധ്യം കിട്ടിയാൽ നമുക്ക് നിലനിൽക്കും. ഇത് ഇന്നതിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിൽക്കും. പിന്നെ തന്നെയല്ല, നമ്മൾ ഇപ്പം നിനക്ക് ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വന്നിട്ടില്ലെന്ന് വിചാരിച്ചോ, റിസൾട്ട് വന്നിട്ടില്ല. അപ്പം നീ പേടിച്ചിരിക്കുകയാണ്, റിസൾട്ട് എന്താകുമോ എന്ന്.
പക്ഷെ കർത്താവ് എന്നാ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ഭയം ഉൾപ്പെടെ വന്നിട്ടിങ്ങനെ അഭിഷേകം ചെയ്ത് കളയും. അതാണ് വചനപ്രഘോഷണത്തിൻ്റെ പ്രത്യേകത. അത് അഭിഷേകം ചെയ്ത് കളയും. അത് നിനക്ക് നിലനിൽപ്പിൻ്റെ വരം തരികയും നിൻ്റെ മനസ്സിൻ്റെ ഉദ്വിഗ്നതയൊക്കെ അങ്ങ് കെടുത്തിക്കളയാങ്ങോട്ട് കെടുത്തിട്ട് നിങ്ങൾ നിലനിർത്തി തരും. പക്ഷേ അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പറയും, നിങ്ങൾ ഇങ്ങനെ ടൈം ടേബിൾ വെച്ച് പ്രാർത്ഥിക്കരുത്, നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയും. അഭിഷേകവും നിരന്തരം പ്രാർത്ഥിക്കുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസം, പല ബന്ധമുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കേണ്ട, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഫിലിപ്പി 4:4 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. പറഞ്ഞേ, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ലൈൻസിന്റെ പോക്ക് കണ്ടല്ലേ? എന്താ? നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ. അപ്പോൾ ദ വെരി നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ പേര് പോലും നമുക്കെന്താണ്? സന്തോഷത്തിൻ്റെ കാരണമാണ്. ചിലരുടെ ഓർമ്മകൾ പോലും നമുക്ക് സന്തോഷത്തിൻ്റെ കാരണമാണ്. അതുപോലെ കർത്താവിൻ്റെ പേര് പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ടാവും, ഹസ്ബൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ വൈഫുണ്ടാവും, അല്ലെങ്കിൽ മക്കളുണ്ടാവും. ഇവരിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു, നിങ്ങൾ എന്നേക്കാൾ നല്ല അനുഭവമുള്ള ആൾക്കാരല്ലേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇറ്റ് ഈസ് ഫോർ കുറച്ച് സമയം. കുറച്ച് കഴിയുമ്പോൾ മക്കൾ ഇപ്പോൾ അവർ ഹോസ്റ്റലിലോട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ മറന്നു പോകും. അവരും മറക്കും നമ്മളും മറക്കും. മനഃപൂർവ്വമല്ല, നമ്മൾ വേറെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ, വേറെ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ നമ്മൾ മറക്കും. ഇതുപോലെ അപ്പോൾ അങ്ങനെ മറക്കുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്കറിയാം, ആ സമയത്ത് ഇപ്പോൾ കറണ്ടൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് സ്വിച്ച് ഓഫാണെങ്കിൽ ആ ഇലക്ട്രോണിക്സിൻ്റെ പ്രവാഹമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഫീൽ ചെയ്യത്തില്ല. ഇതുപോലെ സിസ്റ്റമെല്ലാം കറക്റ്റാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അപ്പനുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, പക്ഷേ വി ആർ നോട്ട് ഫീലിംഗ് ഇറ്റ് സംടൈംസ്. അവരെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് എപ്പോഴും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സ്വിച്ച് ഓഫും സ്വിച്ച് ഓണും ഇല്ല, ബാക്കി എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സീരിയസ് ആണ്, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ അലേർട്ടാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശോയ്ക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്താൽ അതിന് ഈശോയ്ക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഈ കോൾഡോ നമുക്ക് ഈ രുചിഭേദങ്ങളെപ്പോലെ തന്നെയാണ്. ദൈവം ഒരു പേഴ്സണായത് കാരണം എല്ലാ വിധത്തിലുള്ള വിഷയങ്ങൾക്കും ന്യൂട്രല്ല ഒരിക്കലും. എനിക്കങ്ങനെയാണ് കർത്താവിനെ മനസ്സിലായിരിക്കും. 4 വയസ്സ് മുതൽ ദൈവത്തിനെ അറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം ന്യൂട്രല്ല, ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ ആൻസറബിളായിരിക്കും എല്ലാ വിഷയവും. അതുകൊണ്ടാണ് നീ നിൽക്കുന്നത് ഞാൻ അറിയുന്നു, നീ കിടക്കുന്നത് ഞാൻ അറിയുന്നു, നീ ഉറങ്ങുന്നത് ഞാൻ അറിയുന്നു, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവിടെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല. ടേക്ക് ദ സങ്കീർത്തനം എടുത്ത് 21:4 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 കൂടെ ഇരിപ്പാൻ. ആരാധന ആരാധന യേശുവേ ആരാധന. 121 സങ്കീർത്തനം 4 തിരുവചനം. 121:4. ഇസ്രായേലിന്റെ പരിപാലകൻ. ഒന്ന് പറഞ്ഞേ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല. ഉറക്കവും മയക്കവും ഒക്കെ എല്ലാം ഒരുപോലെയാണല്ലേ. ഒരാൾ മയങ്ങിയിരിക്കണമെങ്കിലും ആൾ ഉറങ്ങിയിരിക്കണമെങ്കിൽ ഫലത്തിൽ ഉറക്കം തന്നെയാണ്.
മനസ്സിലായില്ലേ? നമ്മൾ മയങ്ങിയിരുന്നാലും ഉറങ്ങിയിരുന്നാലും ഫലത്തിൽ ഉറക്കം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ മീമാംസകളിലൊക്കെ ദൈവത്തിന് മീനാക്ഷി എന്നൊക്കെ വിളിക്കത്തില്ലേ? എന്താ മീനിൻ്റെ അക്ഷിയുള്ള ആൾ, കണ്ണിന് എന്താ മീനിന് കൺപോളയില്ലല്ലോ, അതിങ്ങനെ എപ്പോഴും തുറന്നിരിക്കുക അല്ലേ, എല്ലാം തുറന്നിരിക്കുക. അതുകൊണ്ടാണ് മീനിൻ്റെ കണ്ണ് എന്നുവെച്ചാൽ കൺപോളയില്ലാത്ത ആൾ, എപ്പോഴും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, ഉറങ്ങാത്ത ആൾ, മയങ്ങാത്ത ആൾ. അതെന്താ അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ പരിപാലകൻ എന്നാണ് പറയണത്. അപ്പോൾ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വസിക്കുന്ന ആരും ഇസ്രയേലിനാണ്. ആരാണ് വിശ്വസിക്കണത് അവൻ ഇസ്രയേലിൻ്റെ അർത്ഥം എന്താണ്? ദ ചോസൺ. അതാണ് ദ ചോസൺ, തിരഞ്ഞെടുക്കപ്പെട്ട ആൾ. ദൈവത്താൽ ആർക്കാണ് വിശ്വാസമുള്ളത് അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അവൻ ഇസ്രയേലായി. ആർക്കാണ് വിശ്വാസം ദൈവത്തിലുള്ളത്? ഹിസ് ചോസൺ, തിരഞ്ഞെടുക്കപ്പെട്ട ആളായി, ഇസ്രയേലായി. അവൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ഉറക്കമില്ല. എന്തിനാണ് ഉറക്കമില്ലായിരിക്കണത്? പരിപാലകനാണ്. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രൊട്ടക്ഷൻ, ഈ പരിപാലനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പരിപാലനമാണ്. ഇല്ല, അതായത് ഈ പരിപാലന തന്നെയാണ് നമ്മൾക്ക് ഇപ്പം സങ്കീർത്തനം 121:4 നമുക്ക് കിട്ടിയത് അല്ലേ? ഈ ഒന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല. അപ്പോഴ് മയങ്ങാത്ത ദൈവം എന്ന് പറഞ്ഞാൽ നിന്നെ പരിപാലിക്കുന്ന ദൈവം എന്ന് എൻ്റെ അർത്ഥം. പരിപാലിക്കുക. എന്തിനാണ് ഉറങ്ങാതിരിക്കണത്? എന്തിനാണ് മയങ്ങാതിരിക്കണത്? നമ്മളെ പരിപാലിക്കുക. ഇത് മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനമൊക്കെ എഴുതി വെക്കണതേ. ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ സങ്കീർത്തനം അറിയാതെ തന്നെ വന്നോളൂ. എല്ലാവർക്കും ഇപ്പം ചിലർ ദൈവത്തിന് ആനന്ദം കൊണ്ട് കരയും, അതും ഒരു സങ്കീർത്തനമാണ്. പാടണമെന്ന് നിർബന്ധമില്ല. ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിശ്വാസങ്ങൾ വരും. കാര്യം ദൈവം ഓരോ കാര്യത്തിലും ഇപ്പം തന്നെ ഇന്ന് നടന്നൊരു സ്ഫോടനം ഇല്ലേ, സ്ഫോടനം. അപ്പം ഈ സ്ഫോടനം ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് നടക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ന് കളമശ്ശേരി നടന്ന സ്ഫോടനം വെള്ളിയാഴ്ച നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ലക്ഷങ്ങൾ പങ്കെടുത്തുന്ന റാലി നടക്കുക ഇല്ല. അല്ലാതെ തന്നെ ഇന്ന് പോലീസോടെ വന്നു സെക്യൂരിറ്റി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസ് നമ്മളോട് വളരെയേറെ സഹകരിച്ചു ആണല്ലോ ഇതെല്ലാം നടക്കും. 60 പോലീസ് ഉണ്ടായിരുന്നു ഇന്നലെ ഫീൽഡിൽ, നമ്മളുടെ സെക്യൂരിറ്റി കൂടാതെ തന്നെ. അപ്പം എങ്കിലും ഇങ്ങനെ ഇഷ്യൂ കേട്ടപ്പോൾ ഇവിടെ സേഫാണോന്ന് അറിയാൻ വേണ്ടി അപ്പം തന്നെ പോലീസ് വന്നു. അപ്പം ഞാൻ തിരക്കൊന്ന് ഒഴിയട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ധ്യാനവും രാവിലെ ഷിഫ്റ്റ് ചെയ്തു. തിരക്കൊന്ന് ഒഴിയട്ടെ, നല്ല തിരക്കായിരുന്നു രാവിലെ. ആ സമയത്തൊരു രസമുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം അത് മാത്രമല്ല, എൻ്റെ പ്രശ്നം കർത്താവ് എന്നോട് സംസാരിച്ചിട്ടില്ലായിരുന്നു. ധ്യാനം ഷിഫ്റ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം അതാണ്, കർത്താവ് സംസാരിച്ചിട്ടില്ല. അപ്പം ഞാനും ക്ലിൻ്റൻ അച്ഛനും അസിസ്റ്റൻ്റ് അച്ഛനും ജോമോളും കൂടി എൻ്റെ മുറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ സത്യം, ഞാനെന്താ ധ്യാനം മാറ്റി വെച്ചതെന്ന്. കർത്താവ് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പം ഞാനങ്ങനെ മൂടൗട്ടാടങ്ങനെ ഇരിക്കുകയാണ്. ഒരു 10:30 11 മണിയായി, ധ്യാനത്തിലേക്കുള്ള സമയമായി. പക്ഷേ ഈശോ ഒന്നും മിണ്ടണില്ല. പെട്ടെന്ന് മനസ്സിൽ ഈശോ 17 എന്നും പറഞ്ഞൊരു നമ്പർ കാണിച്ചു. 17. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് റെസ്പോണ്ടിങ് ആയിട്ടുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ ജോമോള് പറഞ്ഞ് ജസ്റ്റ് ടേക്ക് ദ ബൈബിൾ ആൻഡ് ജസ്റ്റ് ഓപ്പൺ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ജോമോള് ബൈബിൾ എടുത്ത് വിശ്വാസപ്രമാണം ചെയ്തിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ റീഡ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ 8:17 ഞാൻ പറഞ്ഞാൽ 17 ഏതാ അതിനകത്ത് ആ 2 പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 പേജിൽ 17 എവിടെയുള്ളത് നോക്കാൻ പറഞ്ഞു. കർത്താവ് കാണിച്ച 17 ആണല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ 8:17 ഉള്ളത്.
യോഹന്നാൻ്റെ 8:17. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 8:17. യോഹന്നാൻ 8:17 കർത്താവ് പറഞ്ഞ വാചനം. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. വചനത്തിൽ എഴുതിയിട്ടുണ്ട്. നിയമം എന്ന് വെച്ചാൽ വചനം എന്നതിൻ്റെ അർത്ഥം. നിയമത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ് എഴുതിയിരിക്കുന്നത്? വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണ്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടുപേര് പറഞ്ഞാൽ അത് സത്യമാണ്, ദൈവിക കാര്യങ്ങളാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ രണ്ട് പേരിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, ഈശോ എന്താ ഉദ്ദേശിക്കുക മനസ്സിലായി. രണ്ട് കൃപാസനത്തിൽ അൾത്താരയിൽ സാക്ഷ്യത്തെക്കുറിച്ചല്ലേ പറയണത്. എന്താ പറഞ്ഞത്? രണ്ട് പേരിൽ വായിച്ചു. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഈശോ പറയണത്. അച്ഛൻ്റെ പ്രസംഗത്തെക്കുറിച്ചല്ല. ഇപ്പം സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് രണ്ടുപേരും ഒരേ സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ ഉദ്ദേശിക്കുന്നത് സാക്ഷ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണെന്ന് മനസ്സിലായി. അപ്പോഴെന്താണ് പ്രസംഗിക്കേണ്ടത്? രണ്ട് പേരുടെ സാക്ഷ്യം. എന്നുവെച്ചാൽ രണ്ടാൾക്കാർ എപ്പോഴെങ്കിലുമൊക്കെ രണ്ടോ മൂന്നോ രണ്ടിൽ കൂടുതലോ എപ്പോഴെങ്കിലും ഒരേ കാര്യം തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ അത് വേദപുസ്തക പ്രകാരം അത് സത്യമായ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് രണ്ട് പേരുടെ സാക്ഷ്യം ഇത് ഇങ്ങനെ രണ്ടല്ല, ഒരു വിഷയത്തെക്കുറിച്ച് ഒരു 10-20 പേര് ഈ 2-3 മാസത്തിന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കത് പിടിമിട്ട് ഈശോ എന്താണ്, എങ്ങോട്ടാണ് ഈശോ പോകണമെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഇവിടെ നടന്ന സാക്ഷ്യങ്ങളിൽ, കൃപാസന ഉടമ്പടി സാക്ഷ്യങ്ങളിൽ റെക്കറി ചെയ്ത് വരുന്ന സബ്ജക്റ്റ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകാൻ കാരണം ഇന്നലെ ഇവിടെയൊക്കെ വല്ലാത്തൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇന്നലെ കോഴിക്കോട് പിതാവിൻ്റെ നമ്മുടെ റാലിയുടെ അവസാനം ആദ്യത്തിൽ കുർബാന അർപ്പിച്ചത് ചക്കാലക്കൽ തിരുമേനിയാണ്, വർഗീസ് ചക്കാലക്കൽ തിരുമേനി. അപ്പോൾ ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ ടച്ചിങ് ഞങ്ങളുടെ ആലപ്പുഴ പിതാവിന് കൊടുത്തതുപോലെ തന്നെ ദൈവം ചക്കാലക്കൽ പിതാവിന് അതുപോലെ തന്നെ ഉള്ള വെളിപാട് കൊടുത്തിട്ടുണ്ട് ഉടമ്പടിയെക്കുറിച്ച്. കാര്യം പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ അത് കൺകറൻസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ദൈവശാസ്ത്ര കാര്യം അന്ന് അദ്ദേഹത്തിനായിരുന്നു സഭയിൽ അധികാരം, പവറല്ല, ഇതൊക്കെ അതായത് തിയോളജിക്കൽ കമ്മീഷനായിരുന്നു. KCB കേരള സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് മാതാവ് ഈ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി കൊണ്ട് കൊടുക്കുന്നത് ഉടമ്പടിയുടെ. അദ്ദേഹം അതെല്ലാം പരിശോധിച്ചിട്ട് അതിൻ്റെ ദൈവശാസ്ത്രപരമായ രീതിയിൽ അതിനെല്ലാം വിശ്വസിച്ച് അതിൻ്റെ തെറ്റുണ്ടോ എന്ന് നോക്കി. കാര്യം ദൈവം നമുക്കങ്ങനെ ആർക്കും കയറി എന്തും പഠിപ്പിക്കാൻ പറ്റത്തില്ലേ. അതിന് ദൈവവചനത്തോട് ബന്ധമുണ്ടാകണം, വചനപരമായിരിക്കണം. സഭയുടെ നിയമങ്ങളുണ്ട്. കാറ്റഗിസമത്ത് കാത്തലിക് ചർച്ചുണ്ട്, അത് വലിയ പുസ്തകമാണ്. പിന്നെ വത്തിക്കാൻ സുനദോസിൻ്റെ ഡയറക്ടറി ഉണ്ട്, സുനദോസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ സഭയുടെ ജെറോം ബിബ്ലിക്കൽ കമൻട്രി ഉണ്ട്. ഇതെല്ലാം വലിയ 10,000-30,000 പേജുകളുള്ള വലിയ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിലൊക്കെ ആയിട്ട് കൺകർ ചെയ്യണം. ഒരു പ്രെയർ വരുമ്പോൾ, സഭയിൽ പുതിയ വരുമ്പോൾ, സഭയിലെ ഈ 2000 വർഷങ്ങളുടെ ഉരുത്തിരിഞ്ഞിട്ടുള്ള ദൈവശാസ്ത്രവുമായിട്ട് ഡോഗ്മയുമായിട്ട് ഇതിനെ സിങ്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അബദ്ധ പ്രബോധനമാകും. വേണമെങ്കിൽ സഭയ്ക്ക് എന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്നായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പേടിയുണ്ടായിരുന്നു. ഇങ്ങനെ കർത്താവ് നമുക്ക് ഉടമ്പടിയെ തന്നെങ്കിലും അതിൻ്റെ ദൈവശാസ്ത്രവും കാത്തലിക് കാറ്റഗിസവും അതിൻ്റെ വത്തിക്കാൻ ഡോക്യുമെൻറ്റും എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാതാവ് ഈ പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് കൈയെഴുത്ത് പ്രതി മേടിച്ചുകൊണ്ട് പോയി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു അത്ഭുതത്തിൻ്റെ ദൈവം നേരിട്ട് ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. എനിക്കറിയത്തില്ലായിരുന്നു വർഗീസ് പിതാവ് ചക്കാലക്കൽ പിതാവാണ് തിയോളജിക്കൽ കമ്മീഷൻ്റെ ചെയർമാനെന്ന്. എനിക്കറിയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ തിയോളജിക്കൽ കമ്മീഷനാണ് അവസാനമായിട്ട് പരിശോധിക്കേണ്ടതെന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ മാതാവിനെല്ലാം അറിയാം. അതാണ് നമ്മുടെ സംഭവം. എനിക്ക് 2 കാര്യം അറിയാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം എനിക്കറിയാൻ പാടില്ലാതിരുന്നത് തിയോളജിക്കൽ കമ്മീഷനാണ് ഇത് അടിസ്ഥാനപരമായിട്ട് മലയാളത്തിൽ ഇറങ്ങുന്ന കേരള സഭയിലുണ്ടാകുന്ന വിഷയങ്ങളെ പരിശോധിക്കേണ്ട ആളെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. രണ്ടാമത്തെ എനിക്കറിയാൻ പാടില്ലത് ചക്കാലക്കൽ പിതാവാണ്
ഇത് പരിശോധിക്കേണ്ട ആളെന്നും എനിക്കറിയത്തില്ല. ഞാൻ സത്യമായിട്ട് അറിയത്തില്ല, ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞ കാര്യമല്ലേ. പക്ഷേ ഇത് രണ്ടും മാതാവിനറിയാം. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതുണ്ട്. നിങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ സംഭവം. നിങ്ങളുടെ വീട്, നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കടങ്ങൾ, ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾക്കറിയത്തില്ല. ക്ലിയർ അല്ലേ? പക്ഷേ നിന്റെ ദൈവത്തിന് അറിയാം. കൈയടിച്ച് കർത്താൻ ഇപ്പോഴും മക്കൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഇതിനാണ് പരിപാലനമെന്ന് പറയണത്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇവിടുത്തെ പരിപാലനം എന്താണ്? എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തറിയാൻ പാടില്ല? ചക്കാലക്കൽ പിതാവാണ് KCBC ചെയർമാൻ എന്നറിയാൻ പാടില്ല. ഞാനിങ്ങനെ സഭയുടെ ഔദ്യോഗികമായ വലിയ കാര്യങ്ങളൊന്നും തിരക്കാറില്ല. ഞാൻ നിങ്ങളുടെ പ്രശ്നമായിട്ടാണ് എല്ലാ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയും പിന്നെ ശുശ്രൂഷ. നമ്മുടെ ശുശ്രൂഷയായിട്ടാണ് കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. അഡ്മിനിസ്ട്രേഷൻ്റെ കഴിവും ദൈവത്തിൻ്റെ കൃപയും അതിനുള്ള അധികാരം കൊടുത്തവർ അത് ഭംഗിയായിട്ട് ജീവിക്കും. ഞാൻ അനുസരണയോടെ അവർക്ക് വഴിപ്പെട്ട് എൻ്റെ കർത്താവിന് ശുശ്രൂഷ ചെയ്യും. നമുക്ക് അത്രയും പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ശ്രദ്ധിക്കാൻ എനിക്കറിയാൻ പറ്റാഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താ സംഭവം? ഈ കമ്മീഷനാണ് ഈ വിഷയം അടിസ്ഥാനപരമായിട്ട് ആത്യന്തികമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എന്താ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതിന് ഇപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം, നിങ്ങളെവിടെ ജീവിക്കും, ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല. കുറച്ച് കാര്യങ്ങളറിയാം, ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബിഗ് സീറോയാണ്, ഒന്നും അറിയത്തില്ല. പക്ഷേ എന്താ നമ്മുടെ ഉറപ്പ്? നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. നീ എവിടെയാണ് താമസിക്കേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ കടം പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ രോഗം സുഖപ്പെടേണ്ടത്, എവിടെയാണ് നീ പഠിക്കേണ്ടത്, എല്ലാം. നീ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പ്രതിവിധി എന്ന് നിൻ്റെ ദൈവത്തിനറിയാം. കൈയടിച്ച് കർത്താൻ ഈശോയുടെ മനസ്സിൽ ഇതാ ഉള്ളത്. രണ്ടുപേര് കൂടി പറയുന്ന സാക്ഷ്യങ്ങൾ, രണ്ടുപേരും ഒരേ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണ്. ഇപ്പോൾ രണ്ടുപേര് കൂടി പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വന്ന എന്താണ്? അപ്പോൾ വർഗീസ് പിതാവ് ഇന്നലെ കുർബാന അർപ്പിച്ചപ്പോൾ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? അദ്ദേഹം ടൈക്കനപ്പായിപ്പോയി, അഭിഷേകത്തിൽ നിറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് ഇതിനൊരു ജപമാലയുടെ ഒരു വൈബ്രേഷൻ ഉണ്ടേ. എല്ലാ ജനങ്ങളും, ലക്ഷക്കണക്കിന് ജനങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് അന്തരീക്ഷം മുഴുവൻ ദൈവ ചൈതന്യം നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഉൾവിളിയുണ്ട്. എന്താണ്? അടുത്ത കൊല്ലം ഞാനും ഈ റാലിയുടെ കൂടെ നിങ്ങളുടെ കൂടെ നടന്നു വരുമെന്ന്. അതൊരു അഭിഷേകമാണ്. അതുകൊണ്ടല്ലേ പിന്നീട് ഒരു കാര്യം എന്താ അദ്ദേഹം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ അവസാനം പറഞ്ഞിട്ടില്ലേ, ഞാൻ അൾത്താരെ കയറിയപ്പോൾ ഞാൻ കൃപാസനം മാതാവ് എന്നോട് സംസാരിച്ചു. അതാണത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചായിപ്പോയി. ഇക്കാര്യം എനിക്കിത് അറിയാവില്ല, അമ്മയ്ക്ക് ഈ പരിപാടി ഉള്ളതാണെന്നറിയാം. എത്രയോ മനുഷ്യരോട് അമ്മ സംസാരിക്കുന്നത്. അതായത് ഞാൻ അൾത്താരെ കയറിയപ്പോൾ, ആദ്യമായി അൾത്താരെ കയറിയപ്പോൾ കൃപാസന അമ്മ എന്നോട് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എത്രയോ കാലമായിട്ട് ഇയാൾ ഇവിടെ വരാൻ വേണ്ടി അമ്മ കാത്തിരുന്നു എന്നുള്ളതാണ്. അതിനെ കാത്തിരിക്കാൻ കാരണമുണ്ടായത് ഞാൻ എൻ്റെ പിതാവിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വിളിക്കുന്നത്, രൂപതാധ്യക്ഷനെ വിളിക്കത്തു. പിതാവ് പറഞ്ഞ് ആ ദിവസങ്ങൾ ഞാൻ കോഹിമയിലാണെന്ന് പറഞ്ഞായിരുന്നു. ഒക്ടോബർ 28 ഞാൻ കോഹിമയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ചക്കാലക്കൽ പിതാവിനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വൈ നോട്ട്. അപ്പോൾ ഞങ്ങളുടെ പിതാവ് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് സന്തോഷത്തോടെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ 3 പിതാക്കന്മാരെ വിളിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പക്ഷേ പിതാവിൻ്റെ ആ സമയത്ത് ചക്കാലപ്പിതാവ് കുർബാന എടുത്ത് കഴിഞ്ഞ് സമ്മതിച്ചതിന് ശേഷം ഞങ്ങളുടെ പിതാവിൻ്റെ പ്രോഗ്രാം കട്ടായി, കോഹിമയിലെ പ്രോഗ്രാം കട്ടായി. അപ്പോൾ പിതാവ് ഫ്രീ ആയി. അപ്പോൾ ഞാൻ പിതാവിനോട് പിതാവ് വരുന്നില്ലേ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിതാവ് വന്നു. പക്ഷേ കുർബാന ചെല്ലാൻ മാതാവ് ട്വിസ്റ്റ് നടത്തിയാണ് അവിടെ. അതാണ് ഞാൻ നിന്നെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞില്ല, അതാണ് എൻ്റെ അർത്ഥം.
ആ പ്രോഗ്രാം കട്ടാക്കി ടെസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ്. അതായത് ഈ പരിപാലനം എന്ന് പറഞ്ഞ ഇതാണ്. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ. നമ്മുടെ പ്രോഗ്രാം പോലും ഒരു പരിപാലനയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ഇപ്പം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത വ്യക്തമാക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണ്? ഭഗ്നാശരാകാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കാതെ, തകർന്നു പോകാതെ, ശിഥിലമാകാതെ, മനസ്സ് ശിഥിലമാകാതെ, പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന പറഞ്ഞത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ടൈം കൂടുന്നത്. ചിലർക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ജപമാല എടുത്ത് അല്ലെങ്കിൽ തിരിയൊക്കെ കത്തിച്ച് കൈയും കാലും കഴുകി, അതല്ല. അത് നമ്മുടെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രെയറാണ്. അതല്ല. പ്രെയർ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും ദൈവത്തോടുള്ള സ്നേഹവാത്സല്യങ്ങൾ തോന്നലും ഇതെല്ലാം കൂടുന്ന ഒരു ഇൻറ്റിമസി ഉണ്ട്. അതിനാണ് പ്രെയർ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന ചൊല്ലലല്ലേ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രെയറാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യാമപ്രാർത്ഥനകളുണ്ടാവും. സന്ധ്യക്കുണ്ടാവും, പ്രാർത്ഥിക്കും. വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നേരത്തേക്ക് ഞാൻ 2 മണിക്ക് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് അസുഖമൊക്കെ ആയത് കാരണം 2 മണിക്കുള്ള കാര്യം കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 10, 11 മണി, ചിലപ്പോൾ 2 മണിയൊക്കെ നേരത്തെയൊക്കെ താമസിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രഷറൊക്കെ ഈ ഉറക്കം നിൽക്കണ അത്ര നല്ല കാര്യമൊന്നുമല്ലേ. ചിലതൊക്കെ പ്രഷറൊക്കെ ഫോം ചെയ്ത് വരും. പിന്നെ കിഡ്നിയുടെയൊക്കെ പ്രോബ്ലം വരും. ഉറക്കം നിന്നാൽ അതിനെ കാര്യം. എനിക്ക് വേറെ സഭയില്ലല്ലോ. പകലെല്ലാം ജനങ്ങളുമായിട്ട് കൺഫ്യൂഷനും ധ്യാനവും പിന്നെ എഴുതണമെല്ലാം 10-20 പുസ്തകം എഴുതി. അതെല്ലാം രാത്രിയിൽ എഴുതണം. അപ്പം അതിന് ഉറക്കം വരും, പ്രഷറായി. അതായത് നമ്മൾ ചെയ്യുന്നതിന് എനിക്കെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു കർത്താവിക്ക് തന്നിരിക്കുന്നത് ടൈം കുറവാണെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. ടൈം കുറവാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യും? അപ്പോൾ ലിമിറ്റഡ് തന്നിരിക്കുന്ന ടൈമിന് മാക്സിമം വർക്ക് ചെയ്യും. തന്നിരിക്കുന്ന ടൈമിന് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് മനുഷ്യരല്ലേ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ വിഷയം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെല്ലാം യാചനാ പ്രാർത്ഥനയാണോ? മകളെ കെട്ടപ്രായമായ മകളുണ്ടെങ്കിൽ മകളെ കെട്ടിക്കണേ. അങ്ങനെയല്ല മക്കളെ. നല്ല ദൈവബന്ധമുള്ളവരൊന്നും പറയത്തില്ല ദൈവത്തോട് കാര്യങ്ങൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് നല്ല ബന്ധമായിരിക്കും. ദൈവത്തിന് വേണ്ടി ജീവിക്കും. ദൈവത്തിന് വേണ്ടി ഞാൻ തന്നെ ഉടമ്പടി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മ നൽകുകയാണ്. എല്ലാവരെ കൊണ്ടും ഭക്ഷണം കൊടുപ്പിക്കണം, എല്ലാവരെ കൊണ്ടും രോഗികളെ പോയി കാണാൻ പറയണം, തറവാട്ടിലുള്ള വലിയപ്പന്മാരെ നോക്കാതെ ഇരിക്കുന്നവരെയും കുളിക്കാതെ ഇരിക്കുന്നവരെയും കുളിക്കാൻ പറയണം. ഇപ്പം നമ്മൾ കല്യാണം കഴിപ്പിച്ച ഉടമ്പടി പുസ്തകം എഴുതിയപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ട് അന്ന് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ് കുറച്ച് സമയം എഴുതിയ പള്ളിയിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞാണ് തറവാടുകളിൽ മുതിർന്ന ആൾക്കാരുണ്ട്, അവിടെ കെട്ടി വന്നിരിക്കുന്ന പെൺപിള്ളേർ പുതിയ പ്രായക്കാരാണ്, അവർക്ക് കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. പക്ഷേ കൂടെ ഉണ്ടായിരുന്നെല്ലാം മാറി താമസിച്ച് പോകുമ്പോൾ ഈ രോഗിയായിട്ട് കിടക്കുന്ന അപ്പനെ അയാൾ മണം വെച്ച് ഗന്ധം വെച്ച് ഭയങ്കരമായ അകൃതത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ സ്വത്ത് തർക്കമായിട്ടുള്ളത് കൊണ്ട് ഈ മൂത്ത ചേട്ടന്മാരുടെ വൈഫൊക്കെ ഒന്നോട് തിരിഞ്ഞു നോക്കത്തില്ല. പെൺമക്കളാണെങ്കിൽ അവർ ടീച്ചർമാരും സാറുമാർക്കായിട്ട് പോയിട്ട് അവരും വന്ന് അപ്പൻ്റെ കാര്യം അന്വേഷിക്കത്തില്ല. വന്ന് പരിപ്പിച്ചിട്ട് പോകും. ഇളയ മരുമകൾ തറവാട്ട് നിൽക്കുന്നവളെ പരിപ്പിച്ചിട്ട് പോകുന്നല്ലാതെ ഇവർ നേരെ വന്ന് അപ്പനൊരു ചൂടുവെള്ളം പോലും കൊടുക്കുകയോ കോരിക്കൊഴിയോ ഇല്ല. ആ സമയത്ത് അവർ പിള്ളേരെ വരാമെന്നും പറഞ്ഞ് അവർ പോകും. അപ്പോൾ ഇങ്ങനെ കുറേ അനാഥ പ്രേതങ്ങളെ പോലെ കുടുംബങ്ങളിലൊക്കെ മുതിർന്നവർ രോഗികളായിട്ട് കുളിക്കാണ്ട് കിടപ്പുണ്ട്.
അവരെ കുളിപ്പിക്കാൻ പറയണമെന്നതിനോട് പറഞ്ഞ്. ഞാനത് എഴുതി വെച്ച്. രോഗികളെ നമ്മുടെ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഞാൻ ആദ്യകാലങ്ങളൊക്കെ അത് പറയുമായിരുന്നു. എനിക്ക് റെപ്പറ്റീഷൻ ചെയ്ത് പറയണത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? പത്രം കൊടുക്കാൻ പോണതും അതിലൂടെ വിശ്വാസം കൈമാറുന്നതും അതുപോലെ തന്നെ എല്ലാം രോഗികളെ കാണാൻ പോകുന്നതും. ഇപ്പം നമ്മളിവിടെ ഒരു കൃപാസനം മിഷൻ തുടങ്ങിയില്ലേ അപ്പുറത്ത്, കഴിഞ്ഞ വ്യാഴാഴ്ച വെഞ്ചരിച്ചു. അതായത് എന്താ സംഭവിച്ചത്, നിങ്ങൾ കൊണ്ടുവന്ന പുതിയ തുണികളെല്ലാം ഉടുപ്പുകളെല്ലാം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉടമ്പടി എടുക്കാൻ വരുന്ന കൂട്ടത്തിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് അവർ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് നിങ്ങൾ കൊണ്ടുവന്ന പാസ് ചെയ്ത് കൊടുക്കും ഉടുപ്പ്. അല്ല നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെന്ന് അവർക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി പത്രം മേടിച്ചിട്ട് അത് സൈൻ ചെയ്ത് വെച്ച് ഉടുപ്പ് എടുത്തു തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതാണ് സംഭവം. അതിങ്ങനെ ഗ്രാൻഡ് സ്കെയിലിൽ ഇപ്പോൾ നമുക്ക് 2000-ഓളം പീസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ ഒക്ടോബർ മാസം അമ്മയുടെ റാലി കഴിയുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കുക. അതിനുവേണ്ടി പ്രത്യേക സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുകയാണ്, സോഷ്യോ എന്നും പറഞ്ഞ്, അവിടെ നമ്മുടെ പാർക്കിംഗ് സെൻറ്ററിലെ. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നതും സാമൂഹ്യ പ്രവർത്തനം പറയുന്നതും വ്യത്യാസമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന പോലെയാണ് നമ്മൾ ചെയ്യണത്. സാമൂഹ്യ പ്രവർത്തനത്തിൽ പ്രാർത്ഥന കണ്ടനല്ല. നമുക്ക് കഴിവുണ്ട്, സന്മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ദൈവം കക്ഷിയല്ല. ആണെങ്കിൽ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈശോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്ത് ചെയ്താലും എൻ്റെ നാമത്തിൽ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ റീഫണ്ടബിൾ അല്ലെന്നോ. മനസ്സിലായില്ലേ? എൻ്റെ നാമത്തിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് എൻ്റെ നാമത്തിൽ നൽകുന്നതെങ്കിൽ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ. മർക്കോസ് 9:41. മർക്കോസ് 9:41. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഏറ്റു പറഞ്ഞ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇവിടുത്തെ പ്രാധാന്യം എന്താണ്? നമ്മൾ കൊടുക്കണതും മേടിക്കണതും എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു റെഫറൻസ് പോയിൻ്റ് ഉണ്ട്. എന്താണ്? അവൻ്റെ നാമത്തിൽ. അപ്പോൾ മർക്കോസിൻ്റെ എത്രയാണത്? 9:41. 37 എടുത്തേ. 9:37 എടുത്തേ. മർക്കോസ് 9:37. ഇതുപോലുള്ള ഒരു ശിശുവിനെ ഇതുപോലുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതാണ് പ്രശ്നം. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ പത്രം കൊടുക്കണ പ്രേക്ഷിത പ്രവർത്തനമായാലും, രോഗികളെ പോയി കാണുന്നതായാലും, ആശുപത്രിയിൽ പോയി ഭക്ഷണം കൊടുക്കണമായാലും, വസ്ത്രം കൊടുക്കണമായാലും എല്ലാം ചെയ്യുന്നത് പ്രാർത്ഥനയാകണം. എപ്പോഴാണത്? അവൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ്. അവൻ്റെ കാര്യം വെച്ചാൽ ദൈവം എല്ലാ കൃപയും സിംഗിൾ അക്കൗണ്ടിലാക്കിയിരിക്കുകയാണ്. പല അക്കൗണ്ടൊന്നും ഇല്ല, ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ ചില അച്ഛന്മാർ തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് എൻ്റെ കഥയിൽ അറിയാൻ പാടില്ല. ഇപ്പം ഇവിടെ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ എല്ലാം മാതാവ് സഹായിച്ചു, മാതാവ് സുഖപ്പെടുത്തി പറയണം. ഇപ്പം ചില അച്ഛന്മാരൊക്കെ ശരിക്കും കുരു കൂട്ടും അത് കേൾക്കുമ്പോൾ. അവർ പറയും മാതാവല്ല, ദൈവം യേശുവാണ് ഏകരക്ഷകൻ. ഇതാര് പറഞ്ഞല്ലെന്ന്. കർത്താവിൻ്റെ നമുക്ക് മനുഷ്യരാശിക്ക് നിത്യരക്ഷ നൽകുന്നത്
പിന്നെ ഒരു നാമം മാത്രമേ ഉള്ളത്, ഈശോയുടെ നാമമാണ്. ഈശോയുടെ നാമത്തെ എന്തുമാത്രം മഹത്വപ്പെടുത്താൻ ആർക്ക് കഴിയും ഈ ഭൂമിയിൽ? മാതാവിനെ പോയാൽ അല്ലാതെ ആർക്ക് കഴിയും? കാര്യം ആ നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ ആളാണ്. നമ്മുടെ പോലെയുള്ള വിശ്വാസമല്ലേ, നമുക്ക് അത്ഭുതങ്ങൾ കാണണ്ടേ? അതല്ലേ ഈശോ ചോദിക്കുന്നത്. അത്ഭുതങ്ങൾ കണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയണില്ലേ? സാധാരണ മനുഷ്യരെയും അമ്മയും തമ്മിൽ ഈശോ അവിടെ വെച്ചൊരു ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി തിരിക്കണം അവിടെ വെച്ചാണ്. അതുപോലെ നിങ്ങൾ അത്ഭുതം കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പം ഈശോനെ അന്വേഷിക്കണമെങ്കിൽ സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അവരെ അന്വേഷണമൊക്കെ നിർത്തും. അതാണ് വിഷയം, സാധാരണ മനുഷ്യർ. പക്ഷെ അമ്മ അങ്ങനെയല്ല. അപ്പം വർദ്ധിപ്പിച്ചില്ലെങ്കിലും വെള്ളം വീഞ്ഞാക്കിയില്ലെങ്കിലും യേശുവിനെ അമ്മ അന്വേഷിക്കും. എങ്ങനെ അന്വേഷിക്കും? യേശു കൈമോശം വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അതാണ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അമ്മ പറഞ്ഞ വാക്കില്ലേ, എൻ്റെ മകനെ, ഞാനും നിൻ്റെ പിതാവും കൂടി എന്തൊരു ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2:48 ലൂക്ക 2:48 വായിച്ചോളൂ. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു, മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. എന്താണ് വിഷയം? ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അത് 2:48. ഈ 2:48 കൂടെയാണ് യോഹന്നാൻ 6:26 ലൂപ്പ് ചെയ്യേണ്ടത്. എന്താ പറയണത്? അടയാളങ്ങൾ കണ്ടുകൊണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ. ഇപ്പം മനുഷ്യനെ വിശ്വസിക്കണമെങ്കിൽ അടയാളം കാണണം. അടയാളം ഉള്ളത് കൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. അപ്പമെന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കത്തില്ല. പക്ഷേ അമ്മയ്ക്ക് യേശുവിനെ അന്വേഷിക്കാൻ അപ്പത്തിൻ്റെ ആവശ്യമില്ല. യേശുവിനെ കൈമോശം വന്നാൽ മതി. യേശുവിനെ കൺവെട്ടത്തിൽ നിന്ന് മറഞ്ഞിരിക്കണ കണ്ടാൽ അപ്പം അമ്മ പട്ടിണി നിന്നുകൊണ്ട് യേശുവിനെ അന്വേഷിക്കും. ദൈവവേദലേ, എന്നാണ് നിൻ്റെ മുമ്പിൽ നിന്ന് നിൻ്റെ ദൈവത്തെ നിനക്ക് കൈമോശം വരണത്? നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കണത്? ബൈബിൾ വായിക്കാൻ പറ്റാതിരിക്കണത്? ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമില്ലാത്തത്? ദാറ്റ് യു ഹാവ് ഓൾറെഡി മിസ്ഡ് ജീസസ്. നിങ്ങൾക്ക് കർത്താവിന് നഷ്ടപ്പെട്ടു എങ്കിൽ ഈ അമ്മയെപ്പോലെ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടല്ല, അപ്പം കിട്ടുമെന്നുള്ള ആശയം പ്രത്യാശ ഉള്ളത് കൊണ്ടല്ല. യേശുവിനെ നഷ്ടപ്പെട്ടു, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, കുർബാനയ്ക്ക് പോകാൻ കഴിയുന്നില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് ഈശോയെ നഷ്ടപ്പെട്ടവർ തോന്നിയാൽ അമ്മയെപ്പോലെ മനസ്സിടറിക്കൊണ്ട് അന്വേഷിക്കാൻ പോവുമെങ്കിൽ അപ്പോഴും ഈശോ നമ്മൾ യഥാർത്ഥ യേശുവിൻ്റെ അമ്മയായി മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അടയാളങ്ങൾ കാണാതെ അന്വേഷിച്ച അമ്മയുടെ മക്കളായി ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അങ്കലാപ്പോടെ അമ്മയെപ്പോലെ ഉത്കണ്ഠയോടെ തിരിച്ചു നടക്കാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. തിരിച്ചു നടക്കാൻ അഭിഷേകം നൽകണം. ഒരു വിഷയമില്ലാത്ത അവസ്ഥയിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്പേസ് എവിടെയാണ്? സുഖപ്പെടാൻ ഒരു രോഗമില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്പേസ് എവിടെയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് വെച്ചാണ് നീയും ദൈവവും തമ്മിൽ എന്തുമാത്രം അടുപ്പമാണ്, അകലെയാണെന്ന് തിരിച്ചറിയണത്. നേടിയെടുക്കാൻ ഒരു കാര്യമില്ല.
ജയിക്കാൻ ഒരു പരീക്ഷയില്ല, സുഖപ്പെടാൻ ഒരു രോഗമില്ല, കിട്ടാൻ ഒരു ജോലിയില്ല, വസിക്കാൻ ഒരു വീടിൻ്റെ വിഷയമില്ല. അങ്ങനെ വന്നാൽ നീയും നിൻ്റെ ദൈവവും തമ്മിൽ എന്തായിരിക്കും? അടുപ്പമോ അകലമോ? അതെന്നും ഒരു വിശ്വാസി അവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നീയും ദൈവവും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട് എന്നറിയണമെങ്കിൽ ദൈവത്തിൽ നിന്നൊരു ആനുകൂല്യം കിട്ടാതിരിക്കുമ്പോഴും ദൈവത്തെ അന്വേഷിച്ച് മനസ്സിൽ ഉത്കണ്ഠയോടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. കിട്ടുമോ, കണ്ടുമുട്ടുമോ? അതാണ് അമ്മ പറയണത്, എൻ്റെ മകനെ, ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടുകൂടിയാണ്. വെറുതെയുള്ള അന്വേഷണമല്ല. കണ്ടു കിട്ടാൻ കഴിയുമോ? ഇനി ഒരിക്കലും കാണാതിരിക്കുമോ? ഇങ്ങനെ പല പല ചിന്തകളുമായിട്ടാണ് അമ്മ യേശുവിനെ തിരക്കി പോണത്. അവസാനം കണ്ടുമുട്ടുമ്പോഴും അമ്മ തൻ്റെ മനസ്സിലുണ്ടായ വിഷയങ്ങളെല്ലാം അതുപോലെ ഈശോനോട് പറയും. എൻ്റെ ദൈവത്തിലെ ഈ ധ്യാനത്തിൽ ഈശോ എന്താ പറയണം? നിനക്കെപ്പോഴും മിസ്സാകുന്നുണ്ടെന്ന് നോക്കണം ജീസസിനെ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ഇപ്പം കുടുംബത്തിലാകുമ്പോൾ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവും. എപ്പോഴും ഇഷ്യൂ. ഇപ്പോൾ കടലിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകണത്? അത് സ്ഥിരതല്ല. ഈ കടലിലെ മത്സ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ജലാശയത്തിലെ മത്സ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഭക്ഷണം ഓക്സിജൻ എടുക്കേണ്ടത്? വെള്ളത്തിൽ നിന്നല്ലേ. മഴയും കാറ്റും വരുമ്പോൾ ഓളങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം ഓക്സിജൻ അല്ലേ കിട്ടണത്. അപ്പം കടലിലുള്ള ജീവികളെ ഉദ്ദേശിച്ചിട്ടാണ് അതിന് തിരച്ചിലുള്ളത്. പ്രാണവായുവും തിരയിലെ പിടച്ചിലും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ശരിക്കും. ഇപ്പം നമ്മൾ തന്നെ തിരയൊന്നും ഇല്ലാ സ്ഥലങ്ങളിലൊക്കെ ചെമ്മീനൊക്കെ വളർത്തുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ശാസ്ത്രീയമായിട്ട് ചെമ്മീൻ വളർത്തുന്ന സ്ഥലങ്ങളിൽ തന്നെത്താൻ തിര ഉണ്ടാക്കി കൊടുക്കും. ഒരു മെഷീൻ വെച്ച് തിര ഉണ്ടാക്കി കൊടുക്കും. പതപ്പിച്ച്, വെള്ളം പതപ്പിച്ച് കൊടുക്കും. ഒരു വലിയൊരു മോട്ടർ വെച്ചിട്ട്, ഇങ്ങനെ ഇലകളുള്ള ഒരു മോട്ടർ വെച്ചിട്ട് കറക്കി. അപ്പോൾ ഞാൻ ചോദിക്കും എന്നാ പരിപാടി? അപ്പോൾ വെഞ്ചരിക്കാനൊക്കെ ഈ പാടശേഖരത്തിൽ ഞാൻ പോകുമ്പോൾ ഞാൻ ഇത് 4 മോട്ടറൊക്കെ വെച്ചിരിക്കുന്നത്. മോട്ടറല്ല, ഇങ്ങനെ ഒരു പങ്കയാണ്. വെള്ളത്തിൽ കിടന്ന് കറങ്ങി പോകത്തെ. എന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അടിച്ച് കറക്കി പതപ്പിച്ചെടുക്കും. അപ്പം ഓക്സിജൻ, ക്രിയേറ്റിംഗ് ഓക്സിജൻ. അപ്പോഴേക്കും മനസ്സിലായി വെള്ളമായ പതയും തിരയും ഉണ്ടാവും. എന്തിനാണ്? അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഓക്സിജന് വേണ്ടിയാണ്. നിൻ്റെ ഹൃദയത്തിൽ ദൈവം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവിന് ഓക്സിജൻ വേണം. അതുകൊണ്ട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തിരയില്ലാത്തൊരു കടലിനെ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റത്തില്ല. തിര ഓക്സിജൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ നിൻ്റെ ആത്മാവിന് ദൈവത്തിന് അനുഭവിക്കാൻ വേണ്ടി ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകും, തിരയുണ്ടാകും. ഇത് അക്സെപ്റ്റ് ചെയ്യണം. ഈ ആഴ്ച നല്ലതാണെന്ന് വിചാരിച്ചോ, സന്തോഷമായിരിക്കും. ഇപ്പോൾ ചിലർ വാരഫലക്കാർ ചോദിക്കുക, നിൻ്റെ ഈ ആഴ്ച, എല്ലാവരും ഉടനെ എടുത്ത് നോക്കും. ആൾക്കാർക്ക് അമർത്തിയിടാൻ പറ്റിയ സാധനമാണത്. ഈ ആഴ്ച, നിൻ്റെ ഈ ആഴ്ച. അപ്പം നമ്മൾ വായിക്കണത് ഈ ആഴ്ച എങ്ങനെയാണെന്നാണ് വായിക്കണത്. അപ്പോൾ അവിടെ അവർ പറയണ എല്ലാം നല്ല കാര്യമായിരിക്കും. നിന്നെ ടെൻഷൻ അടപ്പിക്കേണ്ട, പതപ്പിക്കേണ്ട, നിനക്ക് ഓക്സിജൻ കിട്ടേണ്ട, ആത്മാവ് ചത്തുപോട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് വാരപഥക്കാരൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പതപ്പിക്കാൻ ഇഷ്ടമില്ല അവർക്ക്. ശാന്തമായി കിടക്കട്ടെ എന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ശാന്തതയാണ്. പക്ഷേ ദൈവത്തിന് ശാന്തത വേണ്ട. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നു, ഞാൻ തിര അടുപ്പിക്കാൻ വേണ്ടി വന്നു, ഞാൻ ഓക്സിജൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നു, നിൻ്റെ ആത്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഭൂമിയിൽ വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ലൂക്കാ 12:49. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞേ. കണ്ട, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. പൊള്ളുന്ന അനുഭവം ഉണ്ടാവുന്ന അർത്ഥം. ചിലപ്പോൾ ഭാര്യയുടെ വാക്കിൽ നിന്നായിരിക്കും നമുക്ക് പൊള്ളണത്. പക്ഷെ ബുദ്ധിയും ബോധവും ജ്ഞാനം ഉള്ളവൻ പറയണം, ഭാര്യയല്ല സംസാരിക്കണത്, കർത്താവ് പതപ്പിക്കണമെന്ന് മനസ്സിലാക്കണം. കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കണത്? ചില മക്കൾ തന്നെ അങ്ങനെ തോന്നിയ ദിവസം പറഞ്ഞു വരും നമ്മുടെയൊക്കെ എന്ന്, അവർ പതപ്പിക്കും നമ്മളെ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സ്നാനം എന്നൊക്കെ പറയുന്നത് ഒരു കുളിപ്പിക്കല, കൃപയുടെ കുളിപ്പിക്കല. നമ്മൾ ജ്ഞാനസ്ഥാനപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വരപ്രസാദമാണ്. ഈ വരപ്രസാദം എന്ന് പറയുന്ന ഓക്സിജൻ, ആത്മാവിൻ്റെ ശ്വസനവായുവാണത് വരപ്രസാദം.
ഈ കൃപ ഉണ്ടാകണമെങ്കിൽ കുരിശുണ്ടാകണം. അതുകൊണ്ട് തീ ഇടയ്ക്കിടയ്ക്ക് വീഴും, പൊള്ളുന്ന അനുഭവം ഉണ്ടാവും, പതപ്പിക്കും. എൻ്റെ പ്രശ്നം എന്താ? ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം ലൈഫിനെ ദൈവത്തിനെ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റണത്? ഉത്കണ്ഠയൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ പേരിൽ പെയ്തും പെറുക്കുകയും ബഹളം ഉണ്ടാക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യത്തില്ല. എന്താ കാര്യം? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചൊന്ന് അതിൻ്റെ കൂടെ എഴുതിയിരിക്കണത്. ഉത്കണ്ഠ ഉണ്ടായി, പക്ഷെ ഉത്കണ്ഠയുടെ അർത്ഥം കക്ഷിക്ക് മനസ്സിലായി. ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ നഷ്ടപ്പെട്ടപ്പോഴേ ഞാനും നിൻ്റെ ഇപ്പോൾ 2:48 എന്താ പറയണത്? ലുക്കാൻ്റെ സുവിശേഷം 2:48, ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ ഉത്കണ്ഠ ഉണ്ടാക്കിയ സാഹചര്യം എന്താണ് എന്ന് ആൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് പിതാവിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായി. കർത്താവ് പറയുന്നുണ്ട്, കണ്ടുമുട്ടിയപ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഐ പ്രീസപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ടു യു. എനിക്കറിയാം നിങ്ങൾക്കത് അറിയേണ്ടതാണെന്ന്. പക്ഷേ അമ്മയുടെ സ്വഭാവമല്ലേ, അമ്മയല്ലേ, പെട്ടെന്ന് ആശയമൊന്നും ഓർത്തില്ല. ആൾ കൈ മോശം വന്നപ്പോൾ പടച്ചുപോയി, ആൾ ഉത്കണ്ഠ കയറിപ്പോയി. ആ ഉത്കണ്ഠ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈശോ സംസാരിക്കുന്നത്. ഇങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല, ഇറ്റ് ഈസ് നോട്ട് ടു യു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ട ആളാണെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ അറിവ് ആ ഇമോഷൻ ലെവലിൽ നിന്ന് ബുദ്ധിപരമായ ലെവലിലേക്ക് അറിവിനെ കൊണ്ടുവന്നിട്ട് അമ്മ അടുത്ത വാക്ക് പറയും. വചനം എന്ത് പറയും? അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് സഭ. ശ്രദ്ധിക്കട്ടെ. ലൂക്ക 2:51 അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഉത്കണ്ഠയുടെ അർത്ഥം മനസ്സിലായി. ഓരോ വിഷയവും സംഭവിക്കുമ്പോൾ ആ സംഭവത്തിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് സംഭവിച്ചതെല്ലാം അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓരോ വിഷയങ്ങളും സംഭവിക്കുമ്പോൾ ഓർക്കണം. ടേക്ക് ദ ബെഡ് ഫോർ യോഹന്നാൻ 1:3. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അതായത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും അതിന് അവന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം മനസ്സിലാകുന്നവരെ നമ്മൾ ഉത്കണ്ഠപ്പെട്ടിരിക്കും. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതാണ് മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയണത്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ അമ്മയെപ്പോലെ കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അമ്മയെപ്പോലെ മൗന സ്നേഹത്തോടെ ദൈവ തിരുസന്നിധി ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ടവളായി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമായാലേ, അതായത് നീ ദൈവത്തിൻ്റെ പൈതലാണോ എന്ന് വെച്ചാൽ നിൻ്റെ ഓരോ വിഷയങ്ങൾക്കും പൈതൽ എന്ന് പറയുന്നത് എന്താണ്? ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദാറ്റ്സ് ഓക്കെ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ. ഇപ്പോൾ 8:14 റോമാലേഖനത്തിൽ പറയണത് ദൈവാത്മാവിനാൽ പറഞ്ഞേ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അതൊരു ആശയപരമായിട്ട് ദൈവശാസ്ത്രപരമായിട്ടും അതാണ് എൻ്റെ ശരി. പക്ഷെ പ്രയോഗത്തിലെ വേറെ ഒരു ദൈവ പൈതലുണ്ട്. പ്രയോഗത്തിലെ ഒരു പൈതലിൻ്റെ പ്രശ്നം എന്താ? ഇപ്പം ഒരു നിങ്ങളുടെ കുഞ്ഞ് അവന് 1.5 വയസ്സേ ഉള്ളെന്ന് വിചാരിച്ചു. 1.5 വയസ്സേ ഉള്ളു. അവൻ ഇങ്ങനെ ജലദോഷം വന്ന് മൂക്കടച്ചിരിക്കണം വിചാരിച്ചു. അപ്പോൾ കുഞ്ഞ് പറയുക എൻ്റെ മൂക്കടച്ചിരിക്കുകയാണ്, ഒന്ന് ചീറ്റി തരാൻ പറയുക. 1 വയസ്സുകാരൻ പറയുക എന്നെ പറയത്തില്ല. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലാകും. അമ്മയെടുത്ത് അവൻ മൂക്കം കൊണ്ട് വരും. അവനിങ്ങനെയൊക്കെ കാണിച്ചിട്ട് അമ്മയെടുത്ത് അമ്മയ്ക്ക് മനസ്സിലായി അടഞ്ഞിരിക്കുകയാണെന്ന് പറയും. അപ്പം അമ്മ അതിൻ്റെ അടുത്ത് പിഴിഞ്ഞ് കൊടുക്കും, ഇല്ലേ?
ദാറ്റ് മീൻസ് ഇതൊരു പൈതലാണ്. അവൻ്റെ മൂക്ക് ചീറ്റണമെന്ന് അവന് ആഗ്രഹമുണ്ട്, പക്ഷെ അവനെ കൺവേ ചെയ്യാൻ പറ്റും. അവൻ എന്താണ് അവൻ്റെ പ്രശ്നമെന്ന് അറിയത്തില്ല. ശ്വാസം മുട്ടുന്നുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു ഹിം വാട്ട് ഈസ് ഹിസ് പ്രോബ്ലം. നമുക്ക് സംഭവിക്കാം, എന്തൊരു കുഴപ്പമുണ്ട്, എന്താണ് നമുക്കറിയത്തില്ല. അപ്പോൾ അവൻ വന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും ഇത് മൂക്കള കയറിയിരിക്കുകയാണ്, ചീറ്റി കൊടുക്കണമെന്ന് പറയും. ഇതൊരു പൈതൽ അങ്ങനെയാണ്. നിസ്സാര മൂക്ക് ചീരണ കാര്യങ്ങൾക്ക് പോലും അമ്മയെ ആശ്രയിക്കും. ഇങ്ങനെയാണ് പൈതൽ ജനിക്കണത്. ദൈവ പൈതൽ അങ്ങനെയാണ്. ഇപ്പം നിനക്ക് പൈസ ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ കലൂർ ടൗണിൽ പോയി തക്കാളി വാങ്ങിക്കാം, അല്ലെങ്കിൽ അരി വാങ്ങിക്കാം. അതിന് നിനക്ക് വണ്ടിയുണ്ട്, വണ്ടി പെട്രോളുണ്ട്, ഓടിക്കാൻ നിനക്കറിയാം, ലൈസൻസ് ഉണ്ട്, ഓക്കെ. പക്ഷേ എന്നാലും നീ ദൈവ പൈതലാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകും. അവിടെയാണ് പ്രശ്നം. ദൈവ പൈതൽ അല്ലെങ്കിൽ ഞാൻ കാശുണ്ട്, എൻ്റെ കാശുണ്ട്, ഞാൻ വേറെ എടുത്ത കാശാണ്, എനിക്ക് പെട്രോളുണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട്, പിന്നെ ഞാൻ എന്താ ദൈവത്തോട് പറയണത്? ഇതാണ് ജഡിക പൈതൽ എന്ന് പറയുന്നത്. ജഡിക പൈതൽ ഒരു കാര്യം ദൈവത്തോട് പറയത്തില്ല. ദൈവ പൈതൽ എല്ലാ കാര്യങ്ങളും അവനെ അറിയാവുന്ന കാര്യം പോലും ചെയ്യാവുന്ന കാര്യം പോലും ദൈവത്തോട് പറയും. ഇതാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാനും മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എല്ലാ കാര്യവും പ്രാർത്ഥനയുടെ സബ്ജക്റ്റാണ്. അല്ല നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥനയല്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് പ്രശ്നം. അപ്പം നമുക്ക് പണമില്ലെങ്കിൽ മാത്രം അപ്പൻ്റെ അടുത്ത് വരികയും പണം ഉള്ളപ്പോൾ കൂട്ടുകാരത്ത് പോവുകയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നീ ജാരസന്തതിയാണ്. അതാണ് പ്രശ്നം. നമുക്ക് ഒരു ആവശ്യമുള്ളപ്പോൾ മാത്രം അപ്പനെയും അമ്മേനെ വേണം, ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങൾ കൂട്ടുകാരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അപ്പനെയും അമ്മയെ തിരക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻസ് പ്രശ്നമുണ്ട്. റിലേഷൻ എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ളത് റിലേഷനാണ്. പക്ഷേ അതെനിക്ക് തോന്നുന്നത്, ഞാൻ ഇത്രയും നാൾ മനസ്സിലാക്കിയപ്പോഴേ, ഞാൻ ഒരു കാര്യത്തിലുള്ള പറയാം, ഒരു രഹസ്യം പറയാം. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനാകേ ഉള്ളൂ. അത് നല്ല പുണ്യം കിട്ടുന്ന ജോലിയൊന്നല്ല പ്രശ്നം. ഇത് വേറൊരു വിഷയമുണ്ട്. നമ്മൾ ചിന്തിച്ചാൽ പിടികിട്ടാത്തൊരു വിഷയമുണ്ട്. ചിന്തിച്ചാൽ പിടികിട്ടാത്ത വിഷയം എന്ന് പറയണത് ഇത് കമ്മിറ്റ്മെൻ്റ് പ്രശ്നമാണ്. നമ്മൾ ദൈവത്തെ ഒരിക്കൽ മനസ്സിലാക്കിയ നമ്മൾ ലൈഫ് അങ്ങോട്ട് കമ്മിറ്റ് ചെയ്യും. എനിക്ക് വേണ്ടി ദൈവം ഒരു ഞാൻ ദൈവത്തോട് ഈ ജന്മം കൊണ്ട് നന്ദിയുള്ളവനാണ്. എന്താ കാരണം? എനിക്ക് ബോധവും അത്ര അറിവും ഇല്ലാഞ്ഞ കാലത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തില്ലേ. ഞാൻ SLC പാസ്സാകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഈ ജോലിക്ക് വന്നുള്ളൂ. ബാക്കി എല്ലാവരും സ്വാഭാവികമായിട്ട് കുടുംബജീവിതത്തിലേക്കാണ് പോയത്. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്നത് എനിക്ക് മനസ്സിലായത്, ഇത് ശരിക്കൊരു വേർപാട് ജീവിതമാണെന്ന് മനസ്സിലായത് 75 ഞാൻ പോരണ കാലത്തല്ല. 75 കഴിഞ്ഞിട്ട് 80 കഴിഞ്ഞിട്ട് 81 1981 ആണ് ഞാൻ അവിടെ സഭാവസ്ത്രം സ്വീകരിക്കുന്നത്. സഭാവസ്ത്രം സ്വീകരിക്കണവരെ ഐ ആം നോട്ട് ദാറ്റ് കോൺഷ്യസ് അബൌട്ട്. എനിക്കത്രയും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഇറ്റ്സ് ഇത് സാധാരണ ജീവിതം പോലെ അങ്ങോട്ട് പ്രാർത്ഥിച്ച് പോയി ദൈവത്തിന് വേണ്ടി ജോലി ചെയ്ത് പോകുമെന്നാണ് വിചാരിച്ചത്. സഭാവസ്ത്രം സ്വീകരിക്കുന്ന തലേ ദിവസമായപ്പോൾ എൻ്റെ മനസ്സ് കിടുങ്ങിപ്പോയി. കാര്യം ഇനി വേറെ ഒരു ലൈഫാണ്, സെറ്റ് അപ്രാട്ട്. അപ്പോൾ എന്നിട്ട് ദൈവം എന്നാ ചെയ്തെന്ന് കഴിഞ്ഞാൽ ഈ സഭാവസ്ത്രത്തിന് ഭയങ്കര വിലയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പല പരീക്ഷകരെ തോപ്പിച്ചിട്ട് അവരെന്നെ പറഞ്ഞു വിടുമെന്നുള്ള കണ്ടീഷൻസ് വന്ന് 2 പ്രാവശ്യം വന്ന്. അപ്പോൾ ഞാൻ കരഞ്ഞു കൂവി കാര്യക്കെട്ട് വീണ്, കർത്താവേ എൻ്റെ ഈ ജന്മം എനിക്ക് അച്ഛനാകണം, എനിക്ക് കുർബാന അർപ്പിക്കണം, എനിക്ക് ദൈവജനത്തിൽ ജോലി ചെയ്യണം, എനിക്ക് മിഷൻ ജോലി ചെയ്യണം, എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ കർത്താവ് അച്ഛന്മാരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ പറഞ്ഞു വിടരുതെന്ന്. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞേ എപ്പോഴും എന്നെ പറഞ്ഞു വിടരുത്, എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്ന്, എന്നെ എത്രയും വേഗം അച്ഛനാ. 2 മണി തൊട്ട് 4 മണി വരെയൊക്കെ ഞാൻ രാത്രി 3 കൊല്ലം അടുപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പോകും ബെഡ് എന്നിട്ട് 3-ാം നിലയിൽ പോയി ഒറ്റയ്ക്കിരിക്കും. 4 മണി വരെ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഏത് കാലഘട്ടം, കോളേജിൽ പഠിക്കണ PDC പഠിക്കണ കാലഘട്ടത്തിൽ പോലും. അപ്പം അത്രയും തീഷ്ണമായി എനിക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. പക്ഷേ ആ ഇടക്കാണ് എനിക്കിതുപോലെ പഠനത്തിൽ പ്രശ്നം വരുമ്പോൾ അവർ ഡിസ്മിസ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഞാൻ വിഷമിക്കും. പക്ഷേ കർത്താവ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മനഃപൂർവ്വം ഇങ്ങനെ ഉടുപ്പ് തരത്തില്ല, സ്വഭാവസ്ഥം തരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിനെ കശക്കി അത് ചോദിച്ചു വാങ്ങാൻ വേണ്ടി എന്നെ കരയിപ്പിക്കുന്ന അവസ്ഥ കൊണ്ട് ആക്കി. എന്തിനാണ്?
ആ ഉടുപ്പിൻ്റെ വില എന്നെ മനസ്സിലാക്കിയിട്ടാണ് ഉടുപ്പ് തന്നിരിക്കണത്. അതുകൊണ്ട് ഞാൻ ഉടുപ്പ് ഊരിയത്തില്ല. ഒരിക്കലും ഞാൻ പാൻസ് എടുത്ത് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ പുറത്ത്? ഞാൻ പോകത്തില്ല. ഈ 40 കൊല്ലമായിട്ട് പോയിട്ടില്ല. പഴയ സാഹിത്യ അക്കാദമി പഠിച്ചപ്പോൾ, തൃശ്ശൂർ പഠിച്ചപ്പോൾ അവിടുത്തെ അച്ഛനായതുകൊണ്ട് അവിടുത്തെ ഈ പബ്ലിക് ക്ലോസറ്റൊക്കെയാണ്. അവിടെ മാത്രമാണ് ഞാൻ പാൻസ് ഇട്ട് പോയിരിക്കുന്നത്. വേറെ പോയിട്ടില്ല, പരമാവധി പോയിട്ടില്ല. പിന്നെ ട്രെയിനിൽ കിടന്ന് ഉറങ്ങാൻ നേരത്തുള്ളൂ ഓക്കെ വിട്ട് ആണ് ഞാൻ ട്രെയിനിൽ കയറണത്. മൂന്നാമത്തെ ചിലപ്പോൾ നമുക്ക് ബെർത്തൊക്കെ കിട്ടുമ്പോൾ അകലെ യാത്രയ്ക്ക് ചിലപ്പോൾ 3ാമത്തെ നിലയെ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കിടന്നിട്ട് ഞാൻ ഉടുപ്പ് വരും. എന്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾക്ക് അതിനോട് അറ്റാച്ച്മെൻറ്റുള്ള രീതിയിലാണ് ദൈവം നമ്മളെ വളർത്തിയെടുത്തത്. എന്തിന് വരുന്ന വിഷയമെന്ന് പറയണത്, ഒരിക്കൽ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇനി നിങ്ങളുടെ കാര്യം എന്നേക്കാൾ സന്തോഷമാണ്. നിങ്ങൾക്കാര്യം നിങ്ങൾ കുടുംബജീവിതത്തിലുള്ളവരാണ്. എനിക്കാണെങ്കിൽ 1 മാസത്തിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടാകും. അതാണ് വിഷയം. അതായത് എനിക്ക് വേണ്ട ഒരു പുണ്യം ഞാൻ നേടണമെങ്കിൽ 1 മാസത്തെ പറ്റത്തുള്ളൂ. നിങ്ങൾക്കാണെങ്കിൽ എപ്പോഴും വിഷയം ഉണ്ടാവും. കുടുംബത്തിൽ ജീവിക്കുന്നു, സമൂഹത്തിൽ ജീവിക്കുന്നു, അയൽവാസികളുടെ പ്രശ്നം, എല്ലാവരുമായിട്ട് പ്രശ്നമല്ലേ. അതായത് എല്ലാം നിങ്ങളുടെ മേക്കെട്ട് കയറാൻ വരും. ഞങ്ങളുടെ അധികം ആൾക്കാർ മേക്കെട്ട് കയറാൻ വരത്തില്ല. ഞാൻ പിന്നെ മേക്കെട്ട് കയറാമെന്നേ മിണ്ടത്തില്ല. അവിടെ പോയി കത്തിക്കൊന്നും ബാക്കി പിടിക്കത്തില്ല. ചിലപ്പോൾ തോറ്റു കൊടുക്കണം, പാടി തോറ്റു കൊടുക്കും. എന്താ കാര്യം? ഈശോ ജയിക്കേണ്ട കാരണം ഞാൻ എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ നോക്കത്തില്ല. അങ്ങനെ ഒരു ന്യൂട്രലായിട്ട് നിൽക്കുകയുള്ളൂ. ചിലപ്പോൾ ചേട്ടാ മനസ്സ് ശരിയല്ലെന്നൊക്കെ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും പറയത്തില്ല. എന്താ പ്രശ്നം വെച്ചാൽ ഒരു ഇഷ്യൂ അങ്ങനെ ഡെവലപ്പ് ക്രിയേറ്റ് ചെയ്താൽ അവിടെ എനിക്ക് ജയിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഞാൻ ജയിച്ച ചിലപ്പോൾ ഈശോ തോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിച്ചതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. അപ്പോൾ അത് കുറച്ച് നാൾ നിങ്ങൾ പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഒത്തിരി കാര്യങ്ങൾക്ക് പോയി നിങ്ങൾ വാക്കത്തിക്ക് വട്ടം പിടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചങ്ങാണ്ട് വിട്ടുകൊടുക്കുക. ദൈവത്തെ നിങ്ങളെ പ്രധാനപ്പെട്ട ആളായിട്ട് കണ്ടിട്ട്, ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസം തോക്കരുത്, ഞാൻ തോറ്റാലും എൻ്റെ വിശ്വാസം തോക്കരുതെന്ന് പറയണം. അങ്ങനെ വന്നാൽ നിങ്ങൾ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഞാൻ തോറ്റാലും എൻ്റെ വിശ്വാസം, കാര്യം എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ദൈവമാണത്. വിശ്വാസം തന്നെ എത്തിക്കണത് ദൈവത്തിലല്ലേ എത്തിക്കണത്. അപ്പോൾ അത് ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ കസ്തർക്കം എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കണമല്ല. അത് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പോസിഷനാണ്, നിലപാടാണത്. ഒരു നിശബ്ദ നിലപാടാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അത് നിനക്കും നിൻ്റെ ദൈവത്തിനും എല്ലാവർക്കും അത് എക്സ്പ്ലെയിനബിൾ അല്ല. എല്ലാവരോടും അവർ പറയും ബുദ്ധിമോശം കാണിച്ചില്ലേ, മണ്ടത്തരമല്ലേ, ഇതെന്താണ് മറ്റുള്ള നമ്മുടെ വായുടെ അകത്ത് കയറി കൈ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അളം മുട്ടി ആരാണ് കടിക്കാത്തത്, നീ മനുഷ്യരാണെന്നൊക്കെ ചോദിക്കും. ദാറ്റ്സ് ഓക്കെ. അമ്മ ഇതിനെല്ലാം പറ്റിയ ആളാണ്. അമ്മ ദൈവം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ നഷ്ടപ്പെട്ട എൻ്റെ അനുഭവം അവർക്ക് മനസ്സിലാക്കിയതാണ്. അവർക്ക് അത്ര ഉത്കണ്ഠയായിട്ട് ഉറങ്ങാത്ത രാത്രിയായിരുന്നു. 2ാമത്തെ ദിവസവും 3ാം ദിവസമാണ് ഈശോനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഉത്കണ്ഠ കൊണ്ട് ഉറങ്ങാതെ കിടന്ന ദിവസമാണ്. അപ്പോൾ ദൈവം നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ഈ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ എപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. കാര്യം ഞാൻ ജയിച്ചിട്ടോ ഞാൻ ദൈവം നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ചിന്ത. ആധ്യാത്മിക ജീവിതം സത്യസന്ധമായ ഒരു നിലപാടുകളാണ്. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. ഈ മുത്തേടൻ അച്ഛൻ ബൈബിൾ തർജ്ജിമ ചെയ്തപ്പോൾ പറഞ്ഞത് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കാനുള്ള പുതിയ സംസ്കൃത വാക്കൊന്നും അല്ല പുള്ളിക്കാരൻ പറഞ്ഞത്, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണമെന്ന്. അതാണ് എനിക്കിഷ്ടം. ഞാൻ ഈ POC-ക്കാരൻ്റെ തർജ്ജിമയേക്കാൾ ഞാൻ ഇന്നും മനസ്സിൽ കൊണ്ടുവയ്ക്കണ മുത്തേടൻ ഉൾഗാത്തായി നേരിട്ട് എടുത്തിട്ട് നാട്ടുഭാഷയെ സംസാരിക്കും. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ അവൻ അവരോട് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ അനുഭവമായിട്ട് ബന്ധമാണത്. പ്രാർത്ഥനയ്ക്ക് ഉള്ളിടത്തോളം മടുപ്പ് വേറെ എന്തിനുണ്ട്? വേറെ ഒന്നിനുമില്ല. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മടുപ്പുള്ള സംഭവം എന്താണ്? പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ്റെ പേരെന്താ, ഇമ്മാനുവൽ ഇവിടെ ഒരു 22 വയസ്സാണ് പയ്യൻ വന്നിവിടെ. അപ്പം ഇമ്മാനുവൽ വന്ന് ഇമ്മാനുവലിൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തിട്ട് അവൾ ലിഫ്റ്റ് ചെയ്ത്, അമ്മയുടെ രൂപ അറിയാമല്ലോ, അമ്മ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത് ലിഫ്റ്റ് ചെയ്ത് കളയും. നടന്ന് കയറാൻ പറ്റാത്തവരാണ് പിള്ളേരെ നമ്മൾ എന്ത് ചെയ്യും? അമ്മമാർ ഇപ്പോൾ അമ്മയും കുഞ്ഞും കൂടി പള്ളിയിൽ പോയി
2 വയസ്സുള്ള കൊച്ചിങ്ങനെ പള്ളിക്കൂടി പോകും, അല്ലെങ്കിൽ അവനത് പനിയാണ്, അത് നടന്നിട്ട് കയറണില്ല. അമ്മ എന്തു ചെയ്യും? എടുക്കും. ഇത് തന്നെ നിന്നോട് അമ്മ ചെയ്യും. അവൻ്റെ ചേച്ചിയെ ലിഫ്റ്റ് ചെയ്ത് നടന്ന് വരികയാണെന്ന് മനസ്സിലായപ്പോൾ അമ്മ അരയിലെടുത്തുകൊണ്ട് ജർമ്മനി കൊണ്ടുപോയി. അപ്പോൾ ഇമ്മാനുവലിന് വിശ്വാസമായി, ഞാനും ഒരു പൊട്ടനാട് ജീവിക്കുകയാണ്, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനും വന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2 പേർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുകയെന്ന് അറിയാമെങ്കിൽ ഇമ്മാനുവലിന് ഉടമ്പടി എടുക്കണം. ചേച്ചി പോയി രക്ഷപ്പെട്ട പോലെ എനിക്കും രക്ഷപ്പെട്ടത്. പിന്നെ അവൻ ഇവിടെ വന്ന്, അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സ്ത്രീ സ്വരം വളരെ ഭവ്യവും സ്വർഗീയവുമായി, ഇമ്മാനുവൽ കയറി വരൂ. അവൻ ഞെട്ടിപ്പോയി. ഇമ്മാനുവൽ കയറി വരൂ. അത്രയും കൊതിയോടുകൂടി കൃപാസനം മാതാവ് ആരോ ആണെന്ന് അവൻ ചിന്തിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഈ അമ്മയുടെ സ്റ്റെപ്പ് ചവിട്ടിയപ്പോൾ അവൻ വിളിച്ചു, ഇമ്മാനുവൽ. അപ്പോൾ എൻ്റെ പേര് വിളിക്കാൻ ആരാണെന്ന് നോക്കിയിട്ട് അവന് പരിചയമുള്ള ആരും ഇവിടെ ഇല്ല. അതാണ്, അവന് പരിചയമുള്ള ആരുമില്ല, ബന്ധുക്കളിലെ സ്വന്തപ്പെട്ട ഒരു കൂട്ടുകാർ ആരുമില്ല. ഇവിടെ വരുമ്പോൾ ഇമ്മാനുവൽ കയറി വരൂ. അത് കൃപാസന അമ്മ ഒരു സാന്നിധ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു ആശയമോ ഒരു തിരുസ്വരൂപമോ ഒന്നുമല്ല, അതൊരു സാന്നിധ്യമാണ്. അത് ഉടമ്പടിയിലൂടെയാണ് നമുക്ക് ഈ സാന്നിധ്യം. നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി നിങ്ങൾ ഉടമ്പടിയിലൊരു 10,000 സാക്ഷ്യം നമ്മുടെ കയ്യിലുണ്ട്. 10,000 ഒന്നും അല്ല കേട്ടോ. ഈ സഭയിൽ ഇതുപോലെ സാക്ഷ്യമുള്ളൊരു പ്രയറില്ല, അത് നിങ്ങൾക്കറിയാം. എന്തുമാത്രം വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. നമുക്ക് ഒരു ദിവസം തന്നെ 25 സാക്ഷ്യം അപ്പ് ചെയ്യാൻ പറ്റിയ സാക്ഷ്യമുണ്ട്. 25 സാക്ഷ്യം അപ്പ് ചെയ്യാൻ പറ്റി. അപ്പോഴേ ഇത്രയും സാക്ഷ്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായി നമുക്ക് വരുന്ന ഒരു വിഷയം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ സാക്ഷ്യങ്ങളാണ്. രോഗം സുഖപ്പെടുക, അല്ലേ? ഇപ്പം ഇമ്മാനുവേൽ കയറി വരാൻ പറഞ്ഞില്ലേ, സെക്കൻഡുകൾക്കുള്ളിൽ ആൾ IELTS പാസ്സാക്കി പാക്ക് ചെയ്ത് ആൾ പോയി. ചേച്ചിയുടെ അതേ കോളേജിൽ തന്നെ പോയി, ജർമ്മനിയിൽ. സ്പീഡ് അതായത് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമേ, നടന്നു വരുമ്പോൾ സ്പീഡ് കുറവായി. അപ്പോൾ കൈയൊക്കെ പിടിച്ച് നടത്തും ദൈവം, പക്ഷേ എടുക്കുമ്പോൾ അറിയാൻ പറ്റും. സ്പീഡ് വിത്തിൻ നോ ടൈം വിത്തിൻ 2 വീക്കൊക്കെ ഈ സംഭവം സെറ്റ് ചെയ്ത് പോകും. ചിലപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉടമ്പടിയിൽ എഴുതുമ്പോൾ തന്നെ സെറ്റാവും. അത് ലിഫ്റ്റ് ചെയ്യണമാണ്. അത് വല്ലാത്ത അങ്ങനെ കോരിയെടുക്കും. എടുത്ത് പിന്നെ നമ്മളുടെ ശക്തിയിലല്ല, നിങ്ങൾ എനിക്ക് തോന്നുന്നത് സറണ്ടർ ചെയ്യണമെന്നാണ് തോന്നുന്നത്. നിങ്ങൾ അതായത് ദൈവമേ, ഇത് സത്യമായിട്ട് ഞാൻ പറയുകയാണ്, എന്നെക്കൊണ്ടിത് പറ്റത്തില്ല, നീ ഇത് ഫുൾ ആൻഡ് ഫുൾ 99% ഞാനും 99% നീയും 1% ഞാനും എന്ന് ഞാൻ പറയണില്ല. 1% കൂടി സറണ്ടർ ചെയ്യണം. 100% നീ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാവത്തില്ല എന്ന് തുറന്ന് അങ്ങോട്ട് സറണ്ടർ ചെയ്യണം. പക്ഷേ ഈ സറണ്ടർ ചെയ്യുന്ന വ്യക്തിക്ക് നല്ല ദൈവസ്നേഹം ഉണ്ടാകണം. നീ ഉടമ്പടിയുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നിൻ്റെ കാര്യം മാത്രം ചെയ്തിട്ട് ഞാൻ സറണ്ടർ ചെയ്തെന്ന് പറഞ്ഞിരിക്കരുത്. നിനക്കറിയാമല്ലോ, ദൈവം ഏത് ക്ലേശകാലത്തും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ വി ഡോണ്ട് ഫീൽ ഇറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഐസയ 30:21 എന്താ പറയണത്? കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും പറഞ്ഞ് കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും തന്നാലും എൻ്റെ ദൈവം നിന്റെ ദൈവം മറഞ്ഞിരിക്കില്ല. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോകും. അപ്പൊ ദൈവം നിന്റെ വഴി നടത്തി തന്നെ ഒരാളാണ്. അതുകൊണ്ടാണ് ദൈവമായിട്ട് പിരിയണ ഒരവസ്ഥ ഉണ്ടാക്കരുതെന്ന് പറയണത്. സാന്നിധ്യത്തിൻ്റെ പ്രോബ്ലം നമുക്ക് കഷ്ടകാലത്ത് നമുക്ക് ഇടം വരാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പല പരിഹാരങ്ങൾ പല രീതിയിൽ നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് പറ്റിയ. ഇപ്പം ഞാൻ ചിലരോട് പറയല്ല, വെയിറ്റ് ചെയ്ത് നിങ്ങൾ തീരുമാനമൊന്നും എടുക്കരുത്. 5 ഡേറ്റ് ഇട്ട് കൊടുക്കും, 48 ദിവസം. 48 ദിവസമൊന്നും ഇല്ല. ഇപ്പം വസ്തു വിൽപ്പന, ജപ്തി, അങ്ങനെ പല പ്രശ്നമാണ്. മാളെ കെട്ടിക്കൽ, പറമ്പ് വിൽക്കൽ, ഇങ്ങനെ പല വിഷയത്തിൽ വിഷമിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്കൊന്നും കിട്ടത്തില്ല. എന്താ കാര്യം? ഭാര്യയൊക്കെ കുറ്റപ്പെടുത്തുകയുള്ളൂ. മക്കളാണെങ്കിൽ അവരുടെ കാര്യം നടക്കാത്തത് കൊണ്ട് നമ്മുടെ മേക്കെട്ട് കയറും.
നമുക്കാണെങ്കിൽ വീട്ടിൽ വരാൻ തോന്നണമില്ല. കാര്യം ഭക്ഷണം തന്നെ വല്ലയിടത്തും കിട്ടിയെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. ഒക്കെ വീട്ടിൽ വരുമ്പോൾ ഓരോരുത്തരും മോന്തയും കണ്ടിട്ട് അവരത് ചെയ്തായിരുന്നു, അവിടെ പോയായിരുന്നു, അവരെന്ത് പറഞ്ഞ് ഇവരെന്ത് പറഞ്ഞു. ഊട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ കളാ ഈ ബുദ്ധിയും ബോധമില്ലാത്ത പെണ്ണുങ്ങൾ നമ്മളെ പിന്നെ പിരികേറ്റും. അവരെന്ത് പറഞ്ഞ് അവിടെ പോയില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം, ഇവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം. ചിലർ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും ബോധമില്ലാത്ത ഒത്തിരി പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് ഭാര്യമാരായിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിന് അവർക്കറിയത്തില്ല ഇയാൾ എങ്ങനെയാണെങ്കിൽ പൊള്ളിപ്പഴുത്ത് വരികയാണോ. അവരോട് ഊണ് കഴിക്കുമ്പോൾ വല്ലവരും സംസാരിക്കുക, ഊണ് കഴിക്കുമ്പോൾ സംസാരിച്ച് പിന്നെ മറുപടി അവസ്ഥ നമ്മൾ ഇട്ടു പോകും. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് വേണത് നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് സംസാരിച്ചിട്ട് ബാക്കി ദൈവത്തിൽ പറയണം. ഇവരോട് സംസാരിച്ച കാര്യമില്ല. കാരണം നിങ്ങൾക്കൊരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് 10-15 കൊല്ലം ജീവിക്കുമ്പോൾ അതെന്ത് ഉരുപ്പടിയാണ് നിങ്ങൾക്കറിയാൻ പറ്റും. പിന്നെ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മരണം വരെ നിങ്ങൾ എനർജി ചിലവാക്കിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമുക്കറിയാൻ പറ്റുമല്ലോ, ഒരു 5 കൊല്ലം ജീവിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭർത്താവ് എന്ത് ജാതിയാണ്, ഭാര്യ എന്ത് ജാതിയാണെന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു സ്റ്റോപ്പ് ദ ബിസിനസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ആ വിഷയം സംസാരിച്ച പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവത്തോട് പറയുക. അവിടുത്തെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് പ്രാർത്ഥനയായിട്ട് കാഴ്ചവെക്കണം. നമ്മുടെ ആന്തരിക ആത്മാവിന് പ്രാണവായു കൊടുക്കാൻ വേണ്ടി കടലിൽ അലകളുള്ളതുപോലെ, അലകളിൽ ഓക്സിജൻ ജനിക്കുന്ന പോലെ നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, അതുപോലെ തന്നെ പ്രത്യാശയുടെ, ദൈവകൃപയുടെ ഓക്സിജൻ, പ്രാണവായു, കൃപ രൂപപ്പെട്ടു വന്നിരിക്കും. ഇത് ഇരട്ടത്തക്കത്തിനാണ് സംഭവിക്കുന്നത്. ഇത് വിവേചിക്കണ കൊണ്ടാണ് മറിയം അങ്ങനെയുള്ള തക്കങ്ങളിലൂടെ പോകുമ്പോൾ അവർ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെക്കുറിച്ച് ധ്യാനിക്കും, പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ജീവിതത്തിന്റെ ഇരുട്ട് തക്കങ്ങളിലെ ആത്മാവിന്റെ പ്രാണവായു ഉൽപ്പാദിപ്പിക്കുന്ന അലയൊഴികളുടെയും കാലങ്ങളിലെ കർത്താവേ കൃപയാർജിക്കുന്ന പരിസ്ഥിതിയെ വിവേചിച്ച് മനസ്സിലാക്കി അത് പരിപാലനയുടെ ഭാഗമായി മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുക. പ്രാർത്ഥനയോടെ, മടുപ്പുകൂടാതെ പ്രാർത്ഥനയോടെ, ഇടതടവില്ലാതെ പ്രാർത്ഥനയോടെ അങ്ങേ അനുഭവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ 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 യേശുവേ.